വട്ടിയൂർക്കാവിൽ കള്ളവോട്ട് എന്ന ആരോപണം പരാതി വരികയാണ്. ആർ അനന്തകൃഷ്ണൻ. അനന്തൻ, വിവരങ്ങൾ. പറഞ്ഞോളൂ. അതായത് വട്ടിയൂർക്കാവിലെ സിറ്റി സ്കൂൾ 202 ബൂത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെയാണ് കള്ളവോട്ട് എന്ന ആരോപണം വരുന്നത്. ആരാണ് ആരോപിക്കുന്നത്, ആർക്കെതിരെയാണ് ആരോപിക്കുന്നത് എന്ന് കൂടി നമുക്ക് അറിയാം. അനന്തൻ കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. അനന്തൻ ഇവിടെ ഇപ്പോൾ കള്ളവോട്ട് ആരോപണം വലിയ പ്രതിഷേധം സിറ്റി സ്കൂളിൽ നടക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വന്നിട്ട് പ്രതിഷേധം ഉന്നയിക്കുകയാണ്. കാരണം ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അല്പസമയം മുമ്പ് ഒരു കന്നി വോട്ടറാണ് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതേ തുടർന്ന് അതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പരിശോധന നടത്തി. നമ്മളിപ്പം ഇവിടുത്തെ കൗൺസിലർ മേരി പുഷ്പം ചേരുന്നുണ്ട്. എന്താ ഇപ്പൊ ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്? ഇവിടെ എന്തോ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങളുടെ ഇന്നേജന്റ് കുറച്ച് ബാത്റൂമിൽ പോകാനായിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നമ്മുടെ പറയണം മറ്റുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരിപ്പം ശ്രദ്ധിച്ച് കാണുമല്ലേ നമുക്കറിയില്ല. പക്ഷേ ഇലക്ഷൻ ID കാർഡും കൊണ്ടാണ് ഈ സൗരവ് എന്ന് പറയുന്ന കുട്ടി വന്ന് അതിനകത്ത് വന്ന് വോട്ട് ചെയ്തുകൊണ്ട് പോയത്. അപ്പം നമുക്കത് എന്തോ പറയാൻ പറ്റും. അപ്പോൾ ഈ തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്ക് യഥാർത്ഥ ആള് വന്നപ്പോഴത്തേക്ക് വോട്ട് ചെയ്തിരിക്കുന്നു, സൗരവിന്റെ പേരിലുള്ള വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് കള്ള വോട്ട്. കാരണം യഥാർത്ഥ കുട്ടി അവരെ മാത്രമല്ല അവിടെ ഇരിക്കുന്ന ഇന്നേജന്റാണ് അപ്പൊ ബാത്റൂമിൽ പോയിരുന്നത്. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ എന്ത് ID കാർഡ് വെച്ചാണ് നോക്കുന്നത്? കുട്ടിയുടെ ഫോട്ടോ അങ്ങോട്ട് ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കണ്ടേ ഇത് കറക്റ്റ് ആണോ ആരാണെന്ന്. ഇപ്പൊ ഞാനും ആരുടെയെങ്കിലും ഫോട്ടോ ഒന്നും പോയില്ല. അതൊക്കെ അവര് പറയുന്നത്. കറണ്ട് പോയാൽ എന്ത് കണ്ണ് കണ്ടൂടെ? കറണ്ട് പോയാൽ കണ്ണ് കണ്ടൂടെ? പിന്നെ അത് മാത്രമല്ല, വന്നപ്പോഴത്തേക്ക് ഇന്നിവിടെ നടക്കുന്നത് ഇലക്ഷൻ നടക്കുന്നു. ഭാര്യയ്ക്ക് ഒരു സ്ഥലത്ത്, ഭർത്താവിന് വേറെ സ്ഥലത്ത്. മനസ്സിലായി? ഭാര്യയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു ബൂത്തില്, ഭർത്താവിന് വേറൊരു ബൂത്തില്. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ 3 ബൂത്തില്. കുടുംബം എങ്ങനെ വിച്ഛേദിക്കുക എന്നുള്ളതാണ് ഇലക്ഷനുള്ള റിസർച്ച് നടത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ കള്ളവോട്ട് നടക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ തെളിവ്. ഇതിപ്പോ UDF വ്യാപകമായി കള്ളവോട്ടെന്നാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആരോപിക്കുന്നത്. അപ്പോൾ ഇതിപ്പോ സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വോട്ടറോട് സംസാരിക്കാം. സൗരവ് എന്ന് പറയുന്ന വോട്ടർ അത് കന്നി വോട്ട് ചെയ്യാം. സൗരവ് കന്നി വോട്ടറാണ്. ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തിലേക്ക് എത്തുമ്പോഴാണ് സ്വന്തം വോട്ട് കള്ളവോട്ട് ചെയ്തതായിട്ട് തിരിച്ചറിഞ്ഞത്. എന്തുവായിരുന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വന്നപ്പം വോട്ടർ ID കൊടുത്തു. നമ്പർ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരോ വോട്ട് ചെയ്തിട്ടുണ്ട്. സിഗ്നേച്ചർ ഫേക്ക് ചെയ്ത് ആരോ ഇട്ടിട്ടുണ്ട്. സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്. എന്റെ സിഗ്നേച്ചറായിട്ട് ഒരു ബന്ധമില്ലാത്ത സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്. അറിഞ്ഞൂടാ. ആദ്യമായിട്ടല്ലേ വോട്ട് ചെയ്യാൻ വരുന്നത്? ആദ്യത്തെ വോട്ട് അതിങ്ങനെ കള്ളവോട്ടായി പോയി. എന്താ പറയുന്നത് അതിനകത്ത്? Democracy has been violated. We will strictly adhere to the procedures whatever and I have to exercise my right. So വളരെ എക്സൈറ്റ്മെന്റിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. pretty much, yeah. അപ്പോൾ നമ്മൾ SIR ഒക്കെ കേട്ടോ പ്രതീക്ഷ, SIR ഒക്കെ ചെയ്ത് കള്ളവോട്ടിനുള്ള പഴുതുകളൊക്കെ അടച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെട്ടിരുന്നത് കള്ളവോട്ടിന് യാതൊരു സാധ്യതയുമില്ല, ഇരട്ടിപ്പെല്ലാം കളഞ്ഞു. എന്താണ് പരിഹാരം? അവിടെ റിട്ടേണിംഗ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? ഈ പരാതി പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരിഹാരം? നേരത്തെ നമ്മൾ വടക്കഞ്ചേരിയിലേക്ക് കണ്ടപ്പോൾ അവിടെ സമാശ്വാസ വോട്ട് എന്ന രീതിയിലേക്കൊക്കെ ചർച്ചകൾ. ഈ വോട്ട് സ്വാഭാവികമായും ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയായിരിക്കുമല്ലോ. എന്താ ഇപ്പം പറഞ്ഞത്? റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞെന്തോ? റിട്ടേണിംഗ് ഓഫീസർ വന്നിട്ടില്ല. അവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചലഞ്ച് വോട്ട് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് വോട്ട് കൗണ്ട് ചെയ്യില്ലല്ലോ. അപ്പം ശരിക്കും കൗണ്ട് ചെയ്യുന്ന വോട്ട് ഇതേപോലെ കള്ളവോട്ട് ചെയ്തു പോയൊരു വോട്ടാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അതും ആദ്യത്തെ വോട്ടാണ്. ഒരു വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. അപ്പോൾ പ്രതീക്ഷ, അത് വല്ലാത്തൊരു വേദനയാണ് അവർക്കെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ആദ്യമായിട്ട് ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതൊരു കള്ളവോട്ടായി മാറുന്ന കാഴ്ച. ഇതിപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത് 2ാമത്തെ കള്ളവോട്ടാണ് റിപ്പോർട്ടാവുന്നത്. കാരണം ഇന്ന് രാവിലെ കാച്ചാണിയിൽ 60ാമത്തെ നമ്പർ ബൂത്തിൽ അവിടെ ഇതുപോലെ സജി എന്ന് പറയുന്ന ആൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അയാളുടെ വോട്ടും ചെയ്തു പോയി കഴിഞ്ഞു. അയാൾ അതുപോലെ പ്രതിഷേധം അവിടെ, പക്ഷേ വലിയ തോതിലുള്ള ഇപ്പോൾ ഇവിടെ ഉണ്ടായതുപോലെയുള്ള പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഈ കാച്ചാണിയിൽ അത് പോസ്റ്റൽ വോട്ട് രൂപത്തിൽ ചെയ്തതാണോ, അതോ നേരിട്ട് ആൾ വന്ന് മറ്റൊരാൾ വന്ന് ചെയ്തു പോയതാണോ അവിടെ? അല്ല
അല്ല, ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ മേരി പുഷ്പ, ഇവിടുത്തെ കൗൺസിലർ, കുന്നൂഴി കൗൺസിലർ പറയുന്നത് അവരുടെ UDF ഇന്ത്യൻ ഏജന്റ് ഉണ്ടായിരുന്നു. അയാൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടി പുറത്തേക്ക് പോയ സമയത്ത് ആയിരിക്കണം. അതുവരെ അങ്ങനെ ഒരു കള്ളയോട്ട് ഈ സൗരവ് എന്നുള്ള പേര് വായിച്ചിരുന്നില്ല എന്നാണ് UDF പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് യഥാർത്ഥ സൗരവ് വോട്ട് ചെയ്യാൻ വരുന്നത്. യഥാർത്ഥ സൗരവ് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇത് സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ്. വോട്ടെല്ലാം ചെയ്തു, സൈനൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സൗരവിനോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ രണ്ടാമത് മറ്റൊരു വോട്ടിന്റെ കാര്യം കൂടി പറഞ്ഞല്ലോ, കാച്ചാണിയിൽ. അപ്പോൾ അവിടെയും സമാനമായി തന്നെയാണോ, അതോ അത് പോസ്റ്റൽ വോട്ടിന്റെ ഭാഗമായി ഒരു കള്ളവോട്ട് നടന്നതാണോ? അവിടെയും ഇവിടെയും അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെയാണോ? കാച്ചാണിയിലും സമാനമായ രീതിയിലാണ്. അതായത് പോസ്റ്റലോട്ടല്ല. അവിടെ സജി എന്ന് പറയുന്ന ആൾ ID കാർഡും ഒക്കെ ആയിട്ട് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവിടെ അവരുടെ ഇവിടെ സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ്. വോട്ട് ചെയ്ത് കഴിഞ്ഞു, അത് കുറച്ച് മുമ്പ് വന്ന് ചെയ്തല്ലോ എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തുടർന്ന് അയാൾ പറഞ്ഞു അത് ഞാനാണ് യഥാർത്ഥ സജി എന്ന് പറഞ്ഞു. അവിടെ ചെറിയ തോതിൽ തർക്കമുണ്ടായി. ഉടൻ തന്നെ അത് വലിയ പ്രശ്നമാകുന്നതിന് മുൻപ് തന്നെ അവരത് പോളിംഗ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കൊണ്ട് ചലഞ്ച് വിട്ടു. പിന്നെ അദ്ദേഹത്തിന് അതിൽ കൂടുതലൊന്നും അറിയില്ല. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് യഥാർത്ഥ വോട്ട് ചെയ്തു എന്ന മട്ടിലായിരിക്കണം. അങ്ങനെയാണ് അവിടെ പ്രശ്നം പരിഹരിച്ചു വിട്ടത്. എന്തായാലും ഒരാളുടെ വോട്ട് നഷ്ടപ്പെടുന്നു. ആ വോട്ട് നഷ്ടപ്പെടുന്നത് വെറും ഒരു വോട്ടല്ല, കന്നി വോട്ടാണ്. മാത്രമല്ല ഈ രണ്ട് സംഭവങ്ങളും അടുത്തടുത്താണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ വ്യാപകമായി കള്ളവോട്ട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് റിട്ടേണിംഗ് ഓഫീസർ, ROയോ ARO, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറൊക്കെ വന്നത് ഉടനടി അവിടെ എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പരിഹാരം ഉണ്ടാകണം. പ്രത്യേകിച്ച് ത്രികോണ മത്സരം, ടൈറ്റ് മത്സരം നടക്കുന്ന ഇടമാണ്. ഇടത്തും വട്ടിയൂർക്കാവ് ഉൾപ്പെടെയായാലും മറ്റ് മേഖലകളിലൊക്കെ തന്നെ ടൈറ്റ് മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ രണ്ടാമത്തെയാണ് ഈ ദിവസം. നേരത്തെ കാച്ചാണിയിൽ ഒരാളുടെ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുന്നു. ഇപ്പോൾ രണ്ടാമതൊരു കന്നി വോട്ടാണ്. ആ കന്നി വോട്ടറാണ് ഇപ്പോൾ വിഷമം പറയുന്നത്. കാരണം വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ വോട്ടാണ്, കന്നി വോട്ടാണ്. അത് ആരോ ചെയ്തു പോയെന്ന് പറയുമ്പോൾ അവിടെ അകത്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനുള്ള അകത്തുള്ള ഉദ്യോഗസ്ഥരെ കൂടി സംശയത്തിന് നിഴലിലേക്ക് അല്ലെങ്കിൽ UDF പ്രതികരണം അടുത്തടുത്ത് ഒരേപോലെ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ആസൂത്രിതമായി കള്ളവോട്ട് നടന്നോ എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. ഇപ്പോൾ ചില അവസരങ്ങളിൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റുന്നതുണ്ടാകാം. അത്തരം സംഭവങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നേരിട്ട് ആളെത്തുമ്പോൾ മറ്റാളുകൾ വോട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ വ്യാപകമായി, അതും ഏറെക്കുറെ അടുത്തുള്ള രണ്ട് സ്ഥലങ്ങളിൽ